ഓണമെടുത്തതോടെ പാലക്കാട്ടെ വസ്ത്രവിപണിയും സജീവമാകുന്നു. ഓണക്കോടി വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് വസ്ത്രശാലകളിൽ വർദ്ധിച്ചു തുടങ്ങി. സാരി, സെറ്റ് സാരി, കസവുമുണ്ട്, ചുരിദാർ, കുർത്ത, കുട്ടികളുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ തുടങ്ങി കുടുംബത്തിലെ എല്ലാവർക്കുമുള്ള ഓണക്കോടി ഒരുമിച്ച് വാങ്ങുന്നവരാണ് വിപണിയിലെത്തുന്നത്. കഴിഞ്ഞ ഓണക്കാലത്തും പാലക്കാട്ടെ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിൽ ഓണക്കോടിയെടുക്കാനുള്ള തിരക്ക് ശക്തമായിരുന്നു. ഇത്തവണ പരമ്പരാഗത കസവിനൊപ്പം നിറങ്ങളുടെയും ഡിസൈനുകളുടെയും പരീക്ഷണങ്ങളാണ് വസ്ത്രവിപണിയിലെ പ്രധാന പ്രത്യേകത. കസവ് സാരികൾ, കേരള കോട്ടൺ, മൽമൽ കോട്ടൺ, ടിഷ്യൂ സാരികൾ എന്നിവയ്ക്ക് ആവശ്യക്കാരുണ്ട്. ഓഫ് വൈറ്റ് കസവിൽ മാത്രം ഒതുങ്ങാതെ ലാവൻഡർ, ഡാർക്ക് വയലറ്റ്, ഗ്രേ തുടങ്ങിയ നിറങ്ങളിലുള്ള കസവ് വർക്ക് സാരികളും ടസർ സിൽക്ക്, ചന്തേരി, ബനാറസി ഫ്യൂഷൻ സാരികളും പുതിയ ശേഖരത്തിലുണ്ട്. ഡിസൈനുകളിലും വലിയ മാറ്റമാണ് ഇത്തവണ. പൂക്കൾ, ഇലകൾ, താമര, മുല്ലപ്പൂ, പക്ഷികൾ തുടങ്ങിയ ബൊട്ടാനിക്കൽ, ഫ്ലോറൽ ഡിസൈനുകൾ കസവ് സാരികളിൽ ഇടം പിടിക്കുന്നു. ജ്യാമിതീയ ബോർഡറുകൾക്കും കൈത്തറി ഡിസൈനുകൾക്കും പ്രാധാന്യമുണ്ട്. സ്ത്രീകളുടെ വസ്ത്രങ്ങളിൽ സെറ്റ് സാരി, കസവ് സാരി, കസവ് കുർത്ത, ചുരിദാർ മെറ്റീരിയൽ, റെഡിമെയ്ഡ് ഡിസൈനർ ബ്ലൗസ് എന്നിവയ്ക്കാണ് കൂടുതൽ ആവശ്യക്കാർ. പുരുഷന്മാരുടെ ഓണക്കോടിയിലും പരമ്പരാഗതയും ട്രെൻഡും ഒരുമിക്കുന്നു. കസവുമുണ്ട്, ജുബ്ബ, കുർത്ത എന്നിവയ്ക്കൊപ്പം പ്രിന്റഡ് ഷർട്ടുകൾക്കും ഫ്യൂഷൻ വസ്ത്രങ്ങൾക്കും ആവശ്യക്കാരുണ്ട്. കുട്ടികളുടെ ഓണക്കോടിയിലും ഇത്തവണ ഭാരം കുറഞ്ഞതും സുഖപ്രദവുമായ തുണിത്തരങ്ങൾക്കാണ് മുൻഗണന. ആൺകുട്ടികൾക്കായി കോട്ടൺ കുർത്തകളും ചെറിയ കസവ് മുണ്ടുകളും, പെൺകുട്ടികൾക്കായി കസവ് പട്ടുപാവാടകളും ലളിതമായ ഫ്രോക്കുകളുമാണ് പുതിയ ശേഖരങ്ങളിലുള്ളത്. ഓണം പ്രമാണിച്ച് വസ്ത്രങ്ങളുടെ വലിയ ശേഖരവും ആകർഷകമായ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ഓണാഘോഷം പറയുമ്പോൾ നമ്മൾ ജാതി മത ഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണാഘോഷം. ആ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വസ്ത്രവിപണി വളരെ അധികം വിപുലമായി തന്നെ ഒരുങ്ങുകയാണ്. വസ്ത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. നമ്മൾ ഭക്ഷണം കഴിച്ച് എല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി ആഹാരവും അതുപോലെ ഓണത്തിനുള്ള പൂക്കളിട്ട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ഓണാഘോഷമാണ് വരവേൽക്കാനാണ് നമ്മൾ ഈ പ്രാവശ്യം ഒരുങ്ങിയിരിക്കുന്നത്. വസ്ത്രമേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വസ്ത്രങ്ങൾ ഇപ്രാവശ്യം വിലയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പ്രധാനമായും സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ഓണത്തിനോടുള്ള കസവ് ഡ്രസ്സുകൾ ഇതെല്ലാമാണ് പ്രധാനമായും വിപണിയിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്നും വരുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഓണം ഗംഭീരമായി ആഘോഷിക്കുമ്പോൾ നമ്മളുടെ വിപണിയും ഇപ്പോൾ സജീവമായി തന്നെ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും വസ്ത്ര വിപണിയിലേക്കാണ് കൂടുതൽ മുന്നോട്ടും അതിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓണാഘോഷ ആശംസകൾ നേരുന്നു. അതോടൊപ്പം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നിറഞ്ഞ ഒരു ഉത്സവമായി തീർക്കട്ടെ ഈ ഒരു ഓണം എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. വിലയാണ് ഇത്തവണ ഉപഭോക്താക്കൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു ഘടകം. ഒരേ കുടുംബത്തിലെ ഒന്നിലധികം പേരുടെ ഓണക്കോടി വാങ്ങേണ്ടതിനാൽ ബജറ്റിനുള്ളിൽ കൂടുതൽ വസ്ത്രങ്ങൾ ലഭിക്കുന്ന കോംബോ ഓഫറുകൾക്കും വിലക്കുറവുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പരമ്പരാഗത വസ്ത്രങ്ങൾ വാങ്ങുന്നതിനൊപ്പം യുവാക്കൾ ട്രെൻഡി വസ്ത്രങ്ങളിലേക്കും മാറുന്നുണ്ട്. ഓണം അടുക്കുംതോറും വസ്ത്രവിപണിയിലെ തിരക്ക് ഇനിയും ഉയരാനാണ് സാധ്യത. വലിയ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾക്കൊപ്പം ചെറുകിട കടകളും ഓണക്കാല ഓഫറുകളും കോംബോ ഓഫറുകളുമായി രംഗത്തുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.